ഓക്കെ, നമ്മളിപ്പോൾ ലാസ്റ്റ് ഫയർബേസ് അക്കൗണ്ട് എടുക്കുന്നിടം വരെയായിരുന്നു നിർത്തിയത്. നമുക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഫയർബേസിന് സെർച്ച് ചെയ്യുക, ഈ ലിങ്കിൽ കയറുക. ഓക്കെ, ആ ലിങ്കിൽ കയറിയ ഉടനെ നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ റൈറ്റ് സൈഡിൽ ഗോ ടു കൺസോൾ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രിയേറ്റ് ആവും. റൈറ്റ് സൈഡിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സും കാണാം. സോ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, സോ ക്രിയേറ്റ് കൊടുക്കുക, ഇവിടെ പ്രോജക്റ്റിന്റെ നെയിം കൊടുക്കുക, ഫുഡ് നിഞ്ച. ഓക്കെ, സോ നമുക്ക് അസിസ്റ്റന്റ് വേണ്ട ഇപ്പോൾ, സോ ഡിസേബിൾ ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ ഈ പ്രോജക്റ്റിന് ഓക്കെ അനലിറ്റിക്സ് എനേബിൾ ചെയ്തേക്കാം. കോൺഫിഗറേഷൻ ഡിഫോൾട്ട് ക്രിയേറ്റ്. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ഇപ്പൊ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ഇപ്പൊ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ പ്രോജക്റ്റ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിറയെ ഓപ്ഷൻസ് കാണാം. ലെഫ്റ്റ് സൈഡിലെ ബിൽഡില് നമ്മുടെ ഫയർബേസ് ഡാറ്റാബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ കൂടെ ഓതന്റിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫയർബേസുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, സോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, iOS ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, വെബ് ഉണ്ട്. ഓക്കെ, സോ അതർ കുറച്ച് പ്രോജക്ട്സും ഉണ്ട്. സോ നമുക്കിവിടെ ആൻഡ്രോയിഡിനകത്ത് കൊടുക്കാം. സോ ആൻഡ്രോയിഡിൽ നമ്മുടെ പാക്കേജ് നെയിം നമുക്കിവിടെ കൊടുക്കണം. ഓക്കെ, സോ പാക്കേജ് നെയിം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമുക്കൊരു ആൻഡ്രോയിഡ് ഫോൾഡർ കാണാം. ഓക്കെ, സോ നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടറിയിൽ ആൻഡ്രോയിഡ് ഫോൾഡറിനുള്ളിൽ ആപ്പ് ഫോൾഡറിനുള്ളിൽ സോഴ്സിലേക്ക് പോകേണ്ട നമുക്ക് ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ ഉണ്ട്. ഓക്കെ, സോ ഈ നെയിം സ്പേസ് എന്ന് കിടക്കുന്നതാണ് നമ്മുടെ ആ പ്രോജക്റ്റിന്റെ നെയിം. ഓക്കെ, സോ ആ പാക്കേജ് നെയിം ആക്ച്വലി. സോ നമ്മൾ ഇത് കോപ്പി ചെയ്യുക. നമ്മൾ ആക്ച്വലി വേണമെങ്കിൽ എക്സാമ്പിൾ ചേഞ്ച് ചെയ്യാം നമുക്ക്. ഓക്കെ, സോ ഈ എക്സാമ്പിൾ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ പാക്കേജ് നെയിം എവിടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട വരും. ഓക്കെ, സോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അവിടെയൊക്കെ ആക്ച്വലി. സോ കോട്ടിലിന് വന്നാൽ നമുക്ക് ഈ ഫോൾഡർ സ്ട്രക്ചറിലും ഈ എക്സാമ്പിൾ എന്നാണ് കിടക്കുന്നത്, അതും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഈ കോട്ടിലിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സാമ്പിൾ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മളിപ്പോൾ ഈ പാക്കേജ് നെയിം കൊടുത്തു നോക്കാം. അക്സെപ്റ്റ് ആക്കിയില്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ എന്നുള്ളത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിഞ്ച നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകണം. ഓക്കെ, ഓക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ഉടനെ നമുക്കൊരു JSON ഫയല് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ആ JSON ഫയൽ എവിടാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ ആൻഡ്രോയിഡ് ഫോൾഡറിനുള്ളിലെ ആപ്പിനുള്ളിലാണ് നമ്മൾ അത് പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ
നമുക്കിത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൾഡറിനുള്ളിൽ ആപ്പിൻ്റെ ഉള്ളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ ആൻഡ്രോയിഡിനുള്ളിൽ ആപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. സോ നമുക്ക് കുറച്ച് കോൺഫിഗറേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഗ്രൂവി സെലക്ട് ചെയ്യാം. നമ്മുടെ ബിൽഡ് ഡോട്ട് ഗ്രാഡിലാണ്. ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ ഡോട്ട് KTS അല്ല. ഓക്കെ, സോ നമ്മൾ ഗ്രൂവി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രോജക്റ്റിന്റെ ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ, ഓക്കെ, ആപ്പിന്റെ അല്ല. സോ അതിൽ പ്ലഗിൻസിനകത്ത് നമ്മൾ ഈ പ്ലഗിന് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്യാം. ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ആൻഡ്രോയിഡിനുള്ളിൽ ബിൽഡ് ഡോട്ട് ഗ്രാഡിലിനുള്ളിൽ പ്ലഗിൻസ്, ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഫോൾഡർ അല്ല, അങ്ങനെ ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണം നമുക്ക്. സോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് റൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും എറർ വരുന്നുണ്ടാണ്. സോ നെക്സ്റ്റ് നമ്മുടെ ആപ്പിനുള്ളിൽ ബിൽഡ് ഡോട്ട് ഗ്രാഡിലിനുള്ളിൽ ഈ രണ്ട് പ്ലഗിൻസിന് ആഡ് ചെയ്യാം. ഫസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ആപ്പ് ബിൽഡ് ഡോട്ട് ഗ്രാഡില് പ്ലഗിൻസിൽ അത് ഓൾറെഡി ഉണ്ട് ID. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഗൂഗിൾ സർവീസ് ആഡ് ചെയ്യാം. ഗൂഗിൾ സർവീസ് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ഡിപ്പെൻഡൻസിക്കുള്ളിൽ താഴെ ഡിപ്പെൻഡൻസി ഓക്കെ, രണ്ട് ആപ്പിനുള്ളിലാണ്. സോ നമുക്ക് താഴെ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ പാക്കേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക, കണ്ടിന്യൂ വിത്ത് കൺസോൾ. ഓക്കെ, സോ നമ്മുടെ ഫുഡ് നീഞ്ച നമുക്ക് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫുഡ് നീഞ്ചാൻ്റെ നെക്സ്റ്റ് അനാലിസിസ് ഒക്കെ നമുക്ക് ഇവിടെ വരും. വെയിറ്റിംഗ് ഫോർ ദ അനാലിസിസ് സ്റ്റാർട്ട്. ഓക്കെ, സോ നമുക്ക് ഇനി പ്രോജക്റ്റ് ക്ലോസ് ചെയ്തിട്ട്, കാരണം ഇവിടെ നമ്മൾ JSON ഫയലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാക്കേജ് നെയിം വെച്ചിട്ട്. ഓക്കെ, സോ ഈ JSON ഫയലാണ് നമ്മുടെ ഫയർ ബേസും നമ്മുടെ പ്രോജക്റ്റുമായിട്ടുള്ള കണക്ഷൻ. ഓക്കെ, സോ ഇതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ടെർമിനൽ എടുത്തിട്ട് ഫ്ലട്ടർ ക്ലീൻ കൊടുക്കാം. ഓക്കെ, സോ ഫ്ലട്ടർ ക്ലീൻ കൊടുത്തിട്ട് ഫ്ലട്ടർ ക്ലീൻ കൊടുത്താൽ ജസ്റ്റ് ബിൽഡ് ഫോൾഡേഴ്സ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ആവും. നമ്മൾ ടെമ്പററി ഫയൽസ് ഒക്കെ ക്രിയേറ്റ് ആയത് ജസ്റ്റ് ഒന്ന്
പ്രോജക്റ്റ് നമ്മൾ പുതിയ കോൺഫിഗറേഷൻ ചെയ്തതല്ല. അപ്പോൾ പുതിയ കോൺഫിഗറേഷൻ വരാൻ വേണ്ടിയിട്ട് ഫ്ലട്ടർ പബ്ഗെറ്റും കൊടുക്കാം. നമ്മുടെ പാക്കേജസ് ഒന്ന് ഡൗൺലോഡ് ആവും. ഓക്കെ, സോ ഫ്ലട്ടറിന്റെയും നമ്മളെ തേർഡ് പാർട്ടി പാക്കേജസ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ആവും. ഓക്കെ, ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഓക്കെ, റൺ വിത്തൗട്ട് ഡീബഗ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ. ഫ്ലട്ടർ ക്ലീൻ കൊടുത്തതല്ല, ഒന്ന് റിഫ്രഷ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, നമ്മൾ റൺ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പ്രോജക്റ്റ് റൺ ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എറർ വന്നിട്ടുണ്ട്. ആക്ച്വലി ആൻഡ്രോയിഡ് ബിൽഡ് ഡോട്ട് ഗ്രാഡിലിനകത്ത് നമ്മൾ പ്ലഗിൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, സോ ആപ്പിനുള്ളിലല്ല, ഇതിലാണ്. ഓക്കെ, നമ്മുടെ പ്ലഗിന്റെ സെക്ഷന് നമുക്ക് ഇതിലേക്ക് മാറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആക്ച്വലി ഫയർ ബേസിന്റെ കുറെ സിന്റാക്സ് ചേഞ്ച് ആയിട്ടുണ്ട് പുതിയ വേർഷനിൽ. ഓക്കെ, സോ പഴയ ഫ്ലട്ടർ വേർഷനിൽ നമുക്ക് ഓൾറെഡി കോൺഫിഗറേഷൻസ് ഇവിടെ ഉണ്ട്, അതിലേക്ക് ജസ്റ്റ് പ്ലഗിൻ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ അത് ഫയർ ബേസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഒന്ന് റീറൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ തിരിച്ചും സെയിം നമുക്ക് അതിൽ തന്നെയാണ് എറർ വരുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ക്ലോസ് ചെയ്തിട്ട് ഓക്കെ, നമ്മളിപ്പോ പ്ലഗിൻ സെക്ഷൻ മാത്രം അവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മുടെ ആപ്പിനുള്ളിൽ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ വേർഷനിൽ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന് നോക്കാം. 8 years ago. ആക്ച്വലി നമ്മൾ ബിൽഡ് സ്ക്രിപ്റ്റിന്റെ വെളിയിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എറർ വന്നിട്ടുണ്ട്. ഇവിടെ
ഡിപ്പെൻഡൻസീസ് താഴെ ഓക്കെ. നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാം. നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആപ്പിനുള്ളിൽ ബിൽഡ് ഡോട്ട് ക്യാഡിനുള്ളിൽ ഡിപ്പെൻഡൻസിക്കുള്ളിൽ നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ സെറ്റിംഗ്സ് ഡോട്ട് ഗ്രാഡിൽ ഒന്ന് പേസ്റ്റ് ചെയ്യാൻ നോക്കാം.
ഓക്കെ, നമുക്ക് പഴയ എറർ മാറിയിട്ട് ഒരു പുതിയ എറർ വന്നിട്ടുണ്ട്. സോ എറർ എന്താണെന്ന് വെച്ച് ഓക്കെ, സെറ്റിംഗ്സ് ഡോട്ട് ഗ്രാഡിൽ കോട്ട്ലിൻ വേർഷൻ. ഓക്കെ, പുതിയ കോട്ട്ലിൻ വേർഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. 2.1.10. ഓക്കെ, സോ നമുക്കിവിടെ 2.1.10 കൊടുത്തു നോക്കാം. ഓക്കെ, സോ ഓക്കെ, ഗെയിം റൺ ചെയ്യേണ്ടതുണ്ട്. ക്ലോസ് ചെയ്തിട്ട് ഫ്ലട്ടർ ഒരു ഫയലിൽ നിന്നിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ടെർമിനലിൽ ഇറങ്ങി. ഓക്കെ, ആവശ്യമില്ലാണ്ട് കുറെ ഫോൾഡേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ടെർമിനേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ റൺ തന്നെ കൊടുക്കാം.
ഓക്കെ, നമ്മുടെ പ്രോജക്റ്റ് ബിൽഡ് ആയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ എററൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഫയർബേസ് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. ആക്ച്വലി നമുക്ക് എറർ വരാനുള്ള കാരണം നമ്മൾ കോൺഫിഗ് ചെയ്തപ്പോ നമുക്ക് ആൻഡ്രോയിഡ് ഫോൾഡറിനുള്ളിലാണ് നമ്മൾ ആ പ്ലഗിന് കൊണ്ടിടാൻ പറഞ്ഞത്. ആക്ച്വലി നമുക്കത് ന്യൂ ഫ്ലട്ടർ വെർഷനിൽ സെറ്റിംഗ്സ് ഡോട്ട് ഗ്രാഡിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എറർ ചേഞ്ച് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് എറർ നമ്മുടെ കോട്ട്ലിൻ വെർഷന് ന്യൂ വെർഷൻ ആയിരിക്കണം. ഫയർബേസ് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫയർബേസിന് ന്യൂ കോട്ട്ലിൻ വെർഷന് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂ കോട്ട്ലിൻ വെർഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എറർ വന്നപ്പോൾ അവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് വഴി കയറി ന്യൂ കോട്ട്ലിൻ വെർഷൻ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ എറർ മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആപ്പിനുള്ളില് നമ്മുടെ ഈ പ്ലഗിനുള്ളിൽ ഈ നമ്മുടെ ഗൂഗിൾ സർവീസ് ID നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലഗിനുള്ളിൽ. നെക്സ്റ്റ് നമ്മൾ താഴെ ഇവിടെ ഒരു ഡിപ്പെൻഡൻസിയുടെ ഒരു സെക്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇത്രയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തത്. അതിനുപരി ആൻഡ്രോയിഡ് ആപ്പ് ഫോൾഡറിനുള്ളിൽ ഗൂഗിൾ സർവീസിന്റെ JSON നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമ്മൾ ആപ്പ് റീറൺ ചെയ്തിട്ട് എറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കോൺഫിഗറേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇവിടെ നമുക്ക് രജിസ്റ്റർ നമുക്ക് ഒരു യൂസറിനെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സോ ആ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയർബേസിൽ ഒരു യൂസറായിട്ട് കയറണം. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് സൈനപ്പിലാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ്. ഓക്കെ, നമുക്കപ്പോ ഇമെയിൽ പാസ്വേഡ് ഓതന്റിക്കേഷൻ ആണ് വേണ്ടത്. ഓക്കെ, സോ നമ്മള് താഴെ നമ്മുടെ ബട്ടൺ ഇവിടെ ഉണ്ട്. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട് ബട്ടൺ. അതിന്റെ ഓ ടാപ്പിലാണ് നമുക്ക് ലോഗിൻ ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓൺ ടാപ്പില് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഈ ലോഗിനിലായിരിക്കും നമ്മൾ ആ ഫംഗ്ഷൻ എഴുതാൻ പോകുന്നത്. കാരണം നമ്മൾ ഗെറ്റെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആ ഗെറ്റെക്സിന്റെ കൺട്രോളർ ആണിത്. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ആ യും നമ്മുടെ ലോജിക്കും സെപ്പറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ നമ്മുടെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഈ ക്ലാസ്സിനുള്ളിലായിരിക്കും നമ്മൾ എഴുതാൻ പോകുന്നത്. സോ നമ്മൾ ഈ ക്ലാസ്സിനെ ഗെറ്റെക്സ് കൺട്രോളർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഇതിൽ എഴുതണ വേരിയബിൾസ്, വാല്യൂസ് എല്ലാം നമ്മുടെ യിൽ അറ്റ് എ ടൈം നമുക്കിപ്പോ ഒരു വാല്യൂ ചേഞ്ച് ആയാൽ തന്നെ ആ UI ചേഞ്ച് ആവണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്താല് ഈ ബട്ടൺ ഡിസേബിൾ ആവണം, ഈ ചെക്ക് ബോക്സ് എനേബിൾ ആവണം, ഡിസേബിൾ ആവണം, അറ്റ് എ ടൈം ആണ് അത് നടക്കുന്നത്. ഓക്കെ, സോ അതുപോലുള്ള അപ്ഡേഷൻസ് നമുക്ക് റിയൽ ടൈം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് OBX യൂസ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് ബിൽഡർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഫങ്ഷണാലിറ്റീസ് ഒക്കെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗെറ്റെക്സ് കൺട്രോളർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഫങ്ഷൻ എഴുതുന്നതിന് മുൻപ് നമ്മൾ ഫയർബേസിലേക്ക് പോവാം. ഫയർബേസിലേക്ക് പോയിട്ട് ബിൽഡിനുള്ളിൽ ലെഫ്റ്റ് ബിൽഡിനുള്ളിൽ ഓതന്റിക്കേഷനിലേക്ക് പോവാം. ഓക്കെ, സോ ഓതന്റിക്കേഷൻക്ക് നമ്മൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. ഓതന്റിക്കേഷൻ നമുക്ക് എനേബിൾ ചെയ്യാം. ഇതില് നമുക്ക് നിറയെ ടൈപ്സ് ഓഫ് ഓതന്റിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ ആക്ച്വലി പ്രീവിയസ്ലി ഫോൺ ഓതന്റിക്കേഷൻ ഫ്രീ ആയിരുന്നു. ഇപ്പോൾ പെയ്ഡ് ആക്കിയിട്ടുണ്ട് ഫയർബേസ്. നമുക്ക്
ഇമെയില് നമുക്കിവിടെ പ്രോജക്റ്റ് ഓവർവ്യൂവിൽ പോയിട്ട് ഇവിടെ റൈറ്റിലുള്ള ഈ ചെക്ക് പോയിന്റിൽ യൂസേജ് ആൻഡ് ബില്ലിങ്ങിൽ പോകും. ഓക്കെ, സോ അതിൽ പോയിട്ട് ഇവിടെ ഡീറ്റെയിൽസിൽ നമ്മൾ ആക്ച്വലി ഡീഫോൾട്ട്ലി സ്പാർക്ക് എന്ന് പറയുന്ന ഒരു പ്ലാൻ ആയിരിക്കും. അത് ജസ്റ്റ് ഒരു ഫ്രീ പ്ലാൻ ആണ്. ഓക്കെ, സോ അതില് നമ്മൾ സി ഓൾ പ്ലാൻസിൽ പോയാൽ നമുക്ക് ഇപ്പൊ നിൽക്കുന്ന സ്പാർക്ക് പ്ലാനില് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയാം. ഓക്കെ, സോ ഇതൊക്കെ നോ കോസ്റ്റ് ആണ്. ക്ലൗഡ് ഓതന്റിക്കേഷൻ, ഓക്കെ, നമ്മുടെ ഫോൺ ഓതന്റിക്കേഷന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ആക്ച്വലി സ്റ്റോറേജും അവരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഫ്രീ പ്ലാനിൽ നിന്ന്. ഓക്കെ, നമ്മള് ബ്ലേസ് പ്ലാനിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ നമുക്കൊരു 5 GB പെർ മന്ത് വരെ നോ കോസ്റ്റിലായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞേ അവർ ചാർജ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ക്ലൗഡ് ഫങ്ഷണാലിറ്റീസ് എല്ലാം അവർ പെയ്ഡ് പ്ലാനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഫോൺ ഓതന്റിക്കേഷനും അവർ നോട്ട് ആപ്ലിക്കബിൾ. ഇത് ബിൽഡ് ആസ് പെർ SMS ഉണ്ട്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവർ ചാർജ് ചെയ്യും. നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അതർ ഓതന്റിക്കേഷൻ സർവീസസ്, നമ്മുടെ ഇമെയിൽ ആൻഡ് പാസ്വേഡ് ആക്ച്വലി നമ്മുടെ പ്ലാനിൽ വരുന്നതാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് ഫയർ സ്റ്റോർ നമുക്ക് യൂസ് ചെയ്യാം 1 GB. ഓക്കെ, സോ ടോട്ടൽ ഡോക്യുമെന്റ് റൈറ്റ്സ് റീഡ്സ് 20K പെർ ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഈ ആപ്ലിക്കേഷന് അത് ധാരാളമാണ്. ഓക്കെ, നമ്മളിവിടെ ക്ലൗഡ് മെസ്സേജിങ് നോ കോസ്റ്റ് ആണ്. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻസ് യൂസ് ചെയ്യാം. ക്ലൗഡ് സ്റ്റോറേജ്, നമുക്കിവിടെ ആക്ച്വലി ക്ലൗഡ് സ്റ്റോറേജ് എനേബിൾ ആണെന്ന് തോന്നുന്നു. ഇത് ആപ്പ് ഹോസ്റ്റിങ്ങിനാണ്. ഓക്കെ, നമ്മുടെ ക്ലൗഡ് സ്റ്റോറേജ് ആക്ച്വലി നമുക്ക് 5 GB നമുക്ക് കിട്ടുന്നുണ്ട് ഈ പ്ലാനിൽ. അപ്പൊ നമ്മുടെ ഇമേജസ് ഒക്കെ നമുക്ക് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് ഇവരിപ്പൊ കൊണ്ടുവന്ന ചേഞ്ചസ് ആണ് ഇതൊക്കെ. ആക്ച്വലി മുൻപ് കുറച്ചുകൂടെ ലിമിറ്റ്സ് കൂടുതലായിരുന്നു. നമുക്ക് ഫോൺ ഓതന്റിക്കേഷൻ ഒക്കെ ഫ്രീ ആയിരുന്നു. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഓതന്റിക്കേഷനിലേക്ക് പോയിട്ട് നമുക്കിവിടെ പ്ലാന് സൈൻ ഇൻ മെത്തേഡിലേക്ക് പോവാം. റൈറ്റ് സൈഡിൽ. ഓക്കെ, അതില് ഇമെയിൽ ആൻഡ് പാസ്വേഡിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് എനേബിൾ ചെയ്യാം. നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇമെയിൽ ലിങ്ക് പാസ്വേഡ്ലെസ് അല്ല. ഓക്കെ, നമ്മൾ ഇമെയിൽ ആൻഡ് പാസ്വേഡ് മാത്രമേ എനേബിൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നമ്മളിവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വേണം ഇവിടെ ജസ്റ്റ് ഡമ്മി യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും ഇമെയിൽ ആൻഡ് പാസ്വേഡ് വെച്ചിട്ട്. നമ്മളിപ്പോ ഫോണിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്രിയേറ്റ് യൂസർ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ആ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് ഇവിടെ വരണം നമ്മുടെ ഈ ഡാഷ്ബോർഡ്, ഫയർബേസിന്റെ ഡാഷ്ബോർഡിൽ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്ലട്ടർ ഫയർ എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഫ്ലട്ടർ ഫയർ ബേസിന്റെ ഒരു ഡോക്യുമെന്റേഷൻ കിട്ടും. ഓക്കെ, സോ നമ്മൾ ആ ഡോക്യുമെന്റേഷനിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഓതന്റിക്കേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മള് ഫയർ ബേസ് ഓരോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കോഡും ചേഞ്ച് ആകും. നമ്മുടെ ഇന്റഗ്രേഷൻ കോഡ്സും ചേഞ്ച് ആകും. ആ ചേഞ്ച് അപ്ഡേറ്റ് ആയ കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സിന്റാക്സ് ഉണ്ട്. ഫയർ ബേസിന് ഇങ്ങനത്തെ ഫങ്ഷൻസ് കോൾ ചെയ്താലാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്, അവരുടെ സെഷൻസ് എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു യൂസറിനെ നമ്മൾ ഗെറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫ്ലട്ടർ ഫയറിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഏതാണോ വേണ്ട ഫങ്ഷനാലിറ്റി നമ്മൾ ഓതന്റിക്കേഷനിലേക്ക് പോയിട്ട്
നമ്മുടെ ലെഫ്റ്റ് സൈഡില് ഫസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടറിലേക്ക് പോവാ. നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടറിൽ നമ്മുടെ ഫയർബേസ് ഓത്ത് എന്ന് പറയുന്ന ഓതന്റിക്കേഷൻ പാക്കേജ് ആഡ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പ്രോജക്റ്റിലേക്ക്. നമ്മൾ കോപ്പി ചെയ്യുക, നമ്മുടെ ടെർമിനൽ എടുക്കുക, ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ പാക്കേജ് ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, പാക്കേജ് ഡൗൺലോഡ് ആവുന്നുണ്ട്. നമ്മുടെ പാക്കേജ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടതുണ്ട് ഫയർബേസ്. ഓക്കെ, സോ ഫയർബേസ് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അവൈറ്റ് ആണ്. സോ അസിങ്ക് അവൈറ്റ് ഒരു ഫ്യൂച്ചർ ഫംഗ്ഷൻ ആണ്. നമുക്ക് ആ ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇനിഷ്യലൈസ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഇനിഷ്യലൈസ് ആയിട്ട് വേണം നമ്മുടെ നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഈ നമ്മളിപ്പോ ഒരു നെറ്റ്വർക്ക് ഒരു API കോൾ ചെയ്യാണ്. അപ്പൊ ആ സെർവറിലേക്ക് റിക്വസ്റ്റ് പോയി സെർവർ റെസ്പോണ്ട് ചെയ്യാൻ ഒരു ടൈം ഉണ്ട്. ഓക്കെ, അത് ആ ഒരു ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മളിപ്പോ വെയിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ സെർവറിലോട്ടൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ അടുത്ത കോഡ് എക്സിക്യൂട്ട് പോകും. അപ്പോൾ ആ സെർവർ എടുക്കുന്ന ടൈമിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പൊ ആ ഒരു ഫങ്ഷണാലിറ്റിയിൽ നമുക്ക് എറർ വരാൻ ചാൻസ് കൂടുതലാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അവൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവൈറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ ഫങ്ഷൻ ഒരു ഫ്യൂച്ചർ ആകും, ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ ആകും. ടൈപ്പ് ഓഫ് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ സോ ഒരു ഡിലേ ഉണ്ടാകും, ഒരു ഫങ്ഷന് ഒരു ഡിലേ ഉണ്ടാകും, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു മീനിങ്ങിൽ വരും. സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വോയിഡ് ആയ മെയിനെ നമുക്ക് ഫ്യൂച്ചർ വോയിഡ് ആക്കണം. നമ്മൾ ആ ഒരു സെർവറിന്റെ നെറ്റ്വർക്ക് കോളിന് ഡിലേക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ആക്ച്വലി നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു ടൈമർ ഇപ്പോൾ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യണം, ആ ഒരു സിനാരിയോയിലും നമ്മൾ ഈ ഫ്യൂച്ചർ അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യും. ഓക്കെ, സോ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുക, ആ ഒരു മീനിങ്. നമ്മളിപ്പോ ഫ്യൂച്ചർ കൊടുത്തിട്ടുണ്ട്. ഫ്യൂച്ചർ കൊടുത്താൽ ഒരു അസിങ്ക് കൊടുക്കണം നമ്മൾ ഇവിടെ, ആ ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. ഓക്കെ, സോ ഈ അസിങ്ക് കൊടുത്താലേ നമുക്ക് അവൈറ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ അവൈറ്റ് ഇവിടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ ക്വിക്ക് ലിങ്കിൽ ഫയർബേസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ച് പാക്കേജസ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഫയർബേസ് കോർ. ഓക്കെ, സോ നമ്മൾ ഫയർബേസ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഒരു മെയിൻ പാക്കേജ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇവിടെ കൺസോളിൽ ഫ്ലട്ടർ പബ് ആഡ് ഫയർബേസ് കോർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തതിന്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള പാക്കേജുമായിട്ട് കോമ്പാക്റ്റബിൾ ആകുന്ന വെർഷൻ ആയിരിക്കും ഡൗൺലോഡ് ആകുന്നത്. ഓക്കെ, സോ നമ്മുടെ കോർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഓതന്റിക്കേഷൻ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ലൗഡ് ഫയർ സ്റ്റോർ നമുക്ക് ലേറ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ നമ്മുടെ ഫയർബേസ് കോർ ഇവിടെ
നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റപ്പിലേക്ക് പോവാം. നമ്മള് ഇപ്പോ യൂസർ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ പേജ് കാട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്മളിപ്പോ ഒരു യൂസർ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് ആപ്പ് യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് ഇപ്പോൾ യൂസർ ക്ലോസ് ചെയ്തിട്ട് പോയി പിറ്റേന്ന് വന്ന് ഓപ്പൺ ചെയ്യുമ്പോഴും തിരിച്ചും നമ്മൾ ലോഗിൻ ചെയ്യാൻ പറയില്ല. സോ ഓൾറെഡി ലോഗിൻ ആണെങ്കിൽ നമ്മൾ ആ യൂസറിനെ ആപ്പ് യൂസ് ചെയ്യാൻ അനുവദിക്കുക. ഓക്കെ, സോ ആ ഒരു ലോജിക്കാണ് ഇവിടെ വരുന്നത്. ആ യൂസറിന്റെ സ്റ്റേറ്റ് നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, സ്റ്റേറ്റ് ചെക്ക് ചെയ്തിട്ട് ആ യൂസർ എന്നുള്ളത് നള്ളാണെങ്കിൽ, യൂസർ മീൻസ് അത് ലോഗിൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സിനാരിയോയില് നമ്മൾ ലോഗിൻ ചെയ്യാൻ വിടും. എൽസ് ആണെങ്കിൽ നമ്മൾ ഹോം പേജിലോട്ട് വിടും. ഓക്കെ, സോ അങ്ങനെ ഒരു ലോജിക്ക് നമുക്ക് ഇവിടെ എഴുതാം ആക്ച്വലി. സോ അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ കോഡിലേക്ക് പോവാം. ഇതേപോലെ തന്നെ യൂസറിന്റെ നമുക്ക് ഐ ഡി ടോക്കൺ, നമുക്ക് ആ ഒരു ടോക്കൺ എക്സ്പയർ ആയിട്ടുണ്ടോ ഇല്ലയോ, ഒരു യൂസറിന് ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ഒരു 30 ദിവസം ലോഗിൻ ആയി കിടക്കണം അങ്ങനൊക്കെ. ഓക്കെ, സോ യൂസർ ചേഞ്ചസ് അത് തന്നെ സെയിം ആണ്. നെക്സ്റ്റ് നമുക്ക് മാനേജ് യൂസേഴ്സ്, കറണ്ട് യൂസറിന്റെ ഡിസ്പ്ലേ നെയിം, നമ്മളിപ്പോ ഇമെയിൽ, ഇപ്പൊ സോഷ്യൽ ലോഗിൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോഷ്യൽ ലോഗിൻ മീൻസ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ ഒരു പ്രൊഫൈൽ പിക്ചർ നെയിംസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, അതൊക്കെ നമുക്ക് ഇതുവഴി ആക്സസ് ചെയ്യാൻ പറ്റും. പാസ്വേഡ് ഓതന്റിക്കേഷൻ, ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ പാസ്വേഡ് ഓതന്റിക്കേഷനിൽ നമ്മൾ ഇമെയിൽ ആൻഡ് പാസ്വേഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്രിയേറ്റ് പാസ്വേഡ് ബേസ്ഡ് അക്കൗണ്ട്, നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ കോഡാണ് ഇത്. ഓക്കെ, സോ ഫയർബേസിന്റെ ഓതന്റിക്കേഷനിൽ ക്രിയേറ്റ് യൂസർ വിത്ത് ഇമെയിൽ ആൻഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ ഇമെയിലും പാസ്വേഡും പാസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ റെസ്പോൺസ് കാണാൻ പറ്റും. റെസ്പോൺസ് അല്ല, ഇവിടെ ക്രെഡൻഷ്യല് ഇപ്പോൾ നമുക്ക് ഈ എറർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സക്സസ് ആയിട്ട് അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ട്രൈ ക്യാച്ചിലാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ട്രൈ ക്യാച്ച് മീൻ ചെയ്യുന്നത് ഇപ്പൊ എന്തേലും എറർ നമ്മൾ ഫയർ ബേസ് ത്രോ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ പാസ്വേഡ് വീക്ക് ആണ്, ഓക്കെ, സോ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഫയർ ബേസ് എക്സെപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വീക്ക് പാസ്വേഡ്, പാസ്വേഡ് പ്രൊവൈഡർ ഇസ് ടു വീക്ക്, നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാം. ഓക്കെ, സോ ആ ഇമെയിൽ വെച്ച് ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ ഇമെയിൽ ഈസ് ഓൾറെഡി ടേക്കൺ, അങ്ങനെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ദ അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റ് ഫോർ ദാറ്റ് ഇമെയിൽ, നമ്മളൊരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പ്രിന്റ് നമുക്ക് ലേറ്റർ നമുക്കൊരു പോപ്പപ്പ് അങ്ങനൊക്കെ നമുക്കൊരു എറർ ത്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ എക്സെപ്ഷന് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കോഡ് വെച്ചിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോഗിൻ കൺട്രോളറിലേക്ക് പോവുക. കൺട്രോളറിലേക്ക് പോയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ക്രിയേറ്റ് അക്കൗണ്ട്. സോ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ബോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതില് നമ്മൾ രണ്ട് കാര്യങ്ങൾ പാസ് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ഇമെയില്, ഒന്ന് പാസ്വേഡ്. നമുക്ക് യൂസർ നെയിം ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലേറ്റർ നമ്മൾ ഫയർ ബേസിൽ നമ്മളൊരു കളക്ഷൻ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോ ഇവിടെ സ്റ്റോർ ചെയ്യുന്നില്ല, ഇവിടെ നമ്മളിപ്പോ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
സോ ലേറ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും ചേർത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഓപ്പൺ കേളി ബ്രേസസ് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു നമുക്ക് ഒരു മാപ്പായിട്ട് വേണം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഒരു കീ വാല്യൂ പെയർ ആയിട്ട് നമുക്ക് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇതില് സ്ട്രിങ് ഇമെയില് സ്ട്രിങ് പാസ്വേഡ്. ഓക്കെ, നമ്മുടെ ആ റിക്വയർഡ് കീവേഡ് കൊടുക്കണം ഇവിടെ ആക്ച്വലി. സോ റിക്വയർഡ് നെക്സ്റ്റ് നമുക്ക് സ്ട്രിങ് യൂസർ നെയിം. ഓക്കെ, സോ നമ്മളിത് മൂന്നുമാണ് ഈ ഫംഗ്ഷനിലേക്ക് പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ വാല്യൂസ് വെച്ചാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ എന്തെങ്കിലും എറർ ഫയർബേസ് ത്രോ ചെയ്താൽ നമുക്കത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ട്രൈ ക്യാച്ച് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു നെറ്റ്വർക്ക് കോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ട്രൈ ക്യാച്ചിനുള്ളിൽ യൂസ് ചെയ്താൽ ആ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഒരു എറർ വന്നാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ആപ്പ് ചിലപ്പോൾ ക്രാഷ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ട്രൈ കൊടുക്കുമ്പോൾ നമുക്ക് ട്രൈ ക്യാച്ച് ബ്ലോക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ട്രൈ അതിൻ്റെ ഓപ്പൺ കേളി ബ്രേസസ് നെക്സ്റ്റ് ക്യാച്ച്. ഓക്കെ, നമുക്ക് ടൈപ്പ് ചെയ്ത് തന്നെ മനസ്സിലാക്കാൻ പോകാം. ഓപ്പൺ കേളി ബ്രേസസ് നെക്സ്റ്റ് അതിൻ്റെ ക്യാച്ച് ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുക. ബ്രാക്കറ്റിൽ നമ്മൾ മെസ്സേജ് ആയിരിക്കും ഈ ബ്രാക്കറ്റിൽ നമുക്ക് ആ ത്രോ ചെയ്യുന്ന മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ മെസ്സേജ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യാം മെസ്സേജ്. ഓക്കെ, സോ പ്രിന്റ് കൊടുത്തിട്ട് സോ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് സ്ട്രിങ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ നമ്മൾ ആ എറർ വരുന്നതിനെ നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ ട്രൈയുടെ ബ്ലോക്കിനുള്ളിലാണ് നമ്മൾ ആ കോഡ് എഴുതാൻ പോകുന്നത്. സോ നമുക്ക് ഈ കോഡ് കോപ്പി ചെയ്യാം. നമ്മുടെ ട്രൈ ബ്ലോക്കിനുള്ളിൽ ഇത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഫയർബേസിന്റെ ഓതന്റിക്കേഷൻ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ അവൈറ്റിന് ഒരു എറർ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഫംഗ്ഷന്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അസിങ്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അസിങ്ക് കൊടുത്തപ്പോൾ നമ്മുടെ അവൈറ്റിന്റെ എറർ പോയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിനി ഇമെയിലിന്റെ അവിടെ നമ്മൾ ഈ പാരാമീറ്ററിൽ ഇരുന്ന് പാസ് ചെയ്യുന്ന ഇമെയിൽ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇമെയിലും പാസ്വേഡും ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ക്രെഡൻഷ്യൽ ഇവിടെ വരും. ഓക്കെ, സോ നമുക്ക് ആ ക്രെഡൻഷ്യൽ പ്രിന്റ് ചെയ്താൽ നമ്മുടെ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, പ്രിന്റ് ക്രെഡൻഷ്യൽ ഡോട്ട്. സോ നമ്മുടെ ക്രെഡൻഷ്യൽ ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, യൂസർ ക്രെഡൻഷ്യൽ ഒരു ആ ക്ലാസ്സിനുള്ളിൽ എന്തൊക്കെ വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ കാണാം. ഓക്കെ, നമുക്ക് യൂസർ എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്, ക്രെഡൻഷ്യൽ ഓത്ത് ക്രെഡൻഷ്യൽ അഡീഷണൽ യൂസർ ഇൻഫോ. ഓക്കെ, സോ അതിൽ യൂസർ ഡോട്ട് നമുക്ക് UID ഇവിടെ പ്രിന്റ് ചെയ്യാം, യൂസറിന്റെ ID. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു വാലിഡേഷൻ ഈ ക്രെഡൻഷ്യലില് യൂസർ നള്ളബിൾ ആണ്. ഓക്കെ, നള്ളാണെങ്കിൽ ക്രിയേറ്റ് ആയിട്ടില്ല, നോട്ട് നള്ളാണെങ്കിൽ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇഫ് കണ്ടീഷനുള്ളിൽ നമ്മുടെ കണ്ടീഷന്
നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ മാത്രം നമുക്ക് UID പ്രിന്റ് ചെയ്യിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് പ്രിന്റ് കൊടുക്കാം യൂസർ ക്രിയേറ്റർ. ഓക്കെ, യൂസർ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ആ യൂസറിന്റെ ID വരും. ഇനി നമുക്ക് ഈ ട്രൈ ക്യാച്ചിനുള്ളിൽ ഫയർ ബേസിന്റെ കുറച്ച് എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യണം. അതിന് നമ്മൾ ഈ ബ്ലോക്ക് നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ബ്ലോക്ക് നമ്മൾ ഫയർ ബേസിന്റെ ആ ബ്ലോക്ക് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ എവിടെ പേസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രൈ ഇല്ല, ഈ ട്രൈയുടെ ഈ ബ്ലോക്ക് എൻഡ് ചെയ്യുന്നിടത്ത്, നമ്മൾ ഓക്കെ, സോ ഫോർമാറ്റ് ചെയ്തിട്ട് നമ്മുടെ പാസ്വേഡ് വീക്ക് ആണെങ്കിൽ എല്ലാം ഇവിടെ പ്രിന്റ് ആവും. ഓക്കെ, സോ നമുക്ക് ലേറ്റർ ഇവിടെ ഒരു പോപ്പപ്പ് പോലെ നമുക്ക് കൊടുക്കാം. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്രിയേറ്റ് അക്കൗണ്ട് ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് പ്രിന്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, പ്രിന്റ് ആയാൽ നമുക്ക് ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് വിടാം യൂസറിനെ. സോ സൈനപ്പിൽ പോയിട്ട് നമുക്ക് ഈ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ഗെറ്റ് ചെയ്യേണ്ടത് ഇവിടെ കണ്ടെയ്നറിനുള്ളിൽ. ഓക്കെ, സോ ഇവിടെ ടെക്സ്റ്റ് കൺട്രോളറിനുള്ളിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസ് നമുക്ക് ആ ബട്ടണിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് കൺട്രോളേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ var യൂസർ നെയിം controller is equal to ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ 3 ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ നമുക്ക് ആ ബട്ടണിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇമെയില്, പാസ്വേഡ്. ഓക്കെ, സോ നമ്മൾ 3 ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ അതിവിടെ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഈ ടെക്സ്റ്റ് ഫീൽഡിനുള്ളിൽ ഒരു കൺട്രോളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ നമുക്ക് യൂസർ നെയിമിന് യൂസർ നെയിം കൺട്രോളർ, നമുക്ക് ഇമെയിലിന് ഇമെയിൽ കൺട്രോളർ, പാസ്വേഡിന് പാസ്വേഡ് കൺട്രോളർ. ഓക്കെ, സോ നമ്മൾ 3 കൺട്രോളർ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ കുറച്ച് വാലിഡേഷൻസ് ആഡ് ചെയ്യാം. ഓക്കെ, സോ പാസ്വേഡ് 8 ഡിജിറ്റിന് മുകളിലാകണം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് വാലിഡേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആക്ച്വലി നമ്മുടെ ഈ 3 ടെക്സ്റ്റ് ഫീൽഡ് ഒരു ഫോം ഫീൽഡിനകത്തുള്ളിൽ, ഓക്കെ, ഒരു ഫോം എന്ന് പറയുന്ന വിജിറ്റിനകത്തുള്ളിൽ റാപ്പ് ചെയ്താൽ നമുക്ക് വാലിഡേഷൻസ് അങ്ങനെയും കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി അങ്ങനെ കൊടുക്കാണ്ട് നമ്മൾ കസ്റ്റമായിട്ട് ഇവിടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ജസ്റ്റ് ആ ഫയർ ബേസ് ഫംഗ്ഷൻ വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ യൂസർ നെയിം കൺട്രോളർ
ടെക്സ്റ്റ് ഡോട്ട് ഈസ് നോട്ട് എം ടി. ഓക്കെ, നമ്മുടെ ഇത് എം ടി അല്ലെങ്കിൽ അതും ഇത് മൂന്നും എം ടി അല്ലെങ്കിൽ മാത്രം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ആവണം. ഓക്കെ, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആൻഡ് ഫങ്ഷൻ കൊടുക്കും. അത് മൂന്നും വർക്കായെങ്കിൽ മാത്രം. ഓക്കെ, ആ ഒരു കേസിൽ ഇമെയിൽ കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് ഈസ് നോട്ട് എം ടി ആൻഡ് ഓപ്പറേഷൻ കൊടുക്കുക. പാസ്വേഡ് കൺട്രോളർ ഡോട്ട് ടെക്സ്റ്റ് ഡോട്ട് ഈസ് നോട്ട് എം ടി. ഓക്കെ, നമ്മൾ ഇത് മൂന്നും ഓക്കെ. സോ ആൻഡ് ഓപ്പറേഷൻ കൊടുത്തത് കൊണ്ട് ഇത് മൂന്നും സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നമ്മൾ ഈ കണ്ടീഷനുള്ളിൽ വർക്ക് ആവത്തുള്ളൂ. നമ്മൾ ഓർ ഓപ്പറേഷൻ ആണ് കൊടുത്തതെങ്കിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ആയാൽ നമുക്ക് ആ ബോഡി വർക്ക് ആയാലും. സോ ഈ കേസിൽ നമ്മളെ ബോഡിക്കുള്ളിൽ നമ്മളെ കൺട്രോളർ നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ കൺട്രോളർ ഡോട്ട് ക്രിയേറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി നമുക്ക്. ഓക്കെ, ഡോട്ട് ക്രിയേറ്റ് അക്കൗണ്ട്. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഈ മൂന്ന് ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത മൂന്ന് ടെക്സ്റ്റ് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പാസ്വേഡ് വാലിഡേഷൻ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. സോ ഓക്കെ, നമ്മുടെ ഫംഗ്ഷന് ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് പാക്കേജസ് ഒക്കെ ആഡ് ആക്കിയിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷനും നമ്മളൊന്ന് മോഡിഫൈ ചെയ്തല്ലേ. നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും എറർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമ്മൾ 2 പാക്കേജ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷൻ നമ്മൾ മോഡിഫൈ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്യുന്നത്. സോ ഇൻ കേസ് എന്തെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഇവിടെ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ എറർ എന്താന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് ഡീഫോൾട്ട് കോൺഫിഗറേഷൻ 23ലാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആ എറർ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആപ്പിനുള്ളിൽ നമ്മൾ ഫോൾഡർ ഇവിടെ ആപ്പിനുള്ളിൽ ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ ആപ്പ് ബിൽഡ് ഡോട്ട് ഗ്രാഡിൽ മിനിമം SDK വെർഷൻ 23 കൊടുത്തിട്ട് നമുക്കൊന്ന് റണ്ണ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ആ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്പ് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് എറർ വരാണ്ട് നോട്ടാണ് വന്നിരിക്കുന്നത്.
ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായിട്ടുണ്ട്. നമുക്കിനി ഓക്കെ, സോ അതെൻ്റെ പോർട്രേറ്റിലായി പോയതാണ്. നമുക്കിനി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, രജിസ്റ്റർ. ഇവിടെ വാലിഡേഷൻ ഇവിടെ വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് ഇവിടെ എൽസ് കണ്ടീഷനിൽ ഫിൽ ഓൾ ദ ഫീൽഡ്സ് എന്ന് നമ്മളൊരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ കൺസോളിൽ ഇപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഇവിടെ എറർ വരുന്നുണ്ട്. ഫിൽ ഓൾ ദ ഫീൽഡ്സ്, യൂസർ നെയിം, നമുക്ക് പാസ്വേഡ് കൊടുക്കാണ്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താലും ഫിൽ ഓൾ ദ ഫീൽഡ്സ് എന്ന് നമുക്ക് ഇവിടെ വരും. ഓക്കെ, നമുക്ക് പാസ്വേഡ് 2 3 4 ഒരു 8 ഡിജിറ്റ് കൊടുക്കാം. ഓക്കെ, പാസ്വേഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വിസിബിൾ ആണോ ഇല്ലയോ ചെക്ക് ചെയ്യാം. ഇനി ക്രിയേറ്റ് അക്കൗണ്ട് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ക്രിയേറ്റ് അക്കൗണ്ടിൽ നമുക്കൊരു എറർ പ്രിന്റ് ആയിട്ടുണ്ട്. ഇനിഷ്യൽ ടാസ്ക്, ഓക്കെ, ഇഗ്നോർ എക്സ്. സോ ഇങ്ങനെ ഒരു എറർ വന്നാൽ നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഓക്കെ, സോ കാരണം ഈ കണക്ട് ചെയ്തേക്കുന്ന ഫോണ് ആക്ച്വലി നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് നെറ്റ്വർക്കുമായിട്ട് ആ ഫോൺ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു മിനിറ്റ്, എൻ്റെ കയ്യിൽ നിന്നത് ഫോൺ എടുത്തപ്പോൾ പോർട്രേറ്റ് മോഡ് ഓൺ ആവുന്നതാണ്. ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി ഇവിടെ ലോഡ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ക്രിയേറ്റ് അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്രിയേറ്റിംഗ് യൂസർ വന്നിട്ടുണ്ട്. ഓക്കെ, യൂസർ ക്രിയേറ്റഡ്. നമുക്കിവിടെ യൂസർ ഐ ഡി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി നമ്മുടെ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫയർബേസ് കൺസോളിൽ പോയിട്ട് നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ യൂസർ ഐ ഡി ഇവിടെ കാണാം. നമുക്ക് കൺസോളിൽ പ്രിന്റ് ആയ അതേ ഐ ഡി തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് യൂസർ ക്രിയേറ്റ് ആയ ഉടനെ യൂസർ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പിളിന്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, സോ ഇല്ലെങ്കിൽ നമ്മുടെ ലോഗിൻ പേജിലേക്ക് പോയിട്ട് ഓൾറെഡി യൂസർ ആണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യണം. സോ ആ സിനാരിയോസ് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,